ഹൈദുള്ള സ്ത്രീകൾക്ക് അവരുടെ ഹൈദ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരമൊന്നും ഖളാ വീട്ടുകയും വേണ്ട. അപ്പോ അതല്ല, ഈ 15 ദിവസമാണ് ഒരു ഹൈലാവുമ്പോ ഏറിയാൽ 15 ദിവസം ഉണ്ടാവുള്ളൂ. അതിലും അപ്പുറം ഉണ്ടായാൽ അത് ഹൈലല്ല, അത് ഇസ്തിഹാലത്ത്, അതല്ലെങ്കിൽ മറ്റേ രോഗം ഒക്കെയാണത്. അപ്പൊ ആ സമയത്ത് നിസ്കരിക്കണം, നോമ്പ് വെക്കണം, എല്ലാം വേണം. അത് കാരണം അത് ഹൈലല്ലല്ലോ, അത് അവൾക്ക് രോഗമാണത്. അപ്പൊ അവൾക്കാണെങ്കിൽ രക്തം ഇറ്റിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. മുന്തുവാറ്റിൽ കൂടിയോ സാധനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ല സാധനം പുറപ്പെടാൻ ഒതുകൂടിയില്ലേ. ഇവൾക്കാണെങ്കിലോ രക്തം ഇങ്ങനെ ഇറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ആളങ്ങനെ ഒതുകൊടുക്കലെങ്ങനെ ഒതുകൊടുക്കൽ കഴിയുമ്പോഴേക്കും വീണ്ടും രക്തം ഇറ്റുകയാണ്. അപ്പൊ അവൾ വീണ്ടും ഒതുണ്ടാക്കാൻ അത് പൂർത്തിയാകുമ്പോഴേക്കും വീണ്ടും ഇറ്റുകയാണ്. പിന്നെ എന്താ ചെയ്യുക അവള്? അതുപോലെ തന്നെ മൂത്രവാർച്ചക്കാരും അത് തന്നെയാണ്. മൂത്രവാർച്ചക്കാരും അങ്ങനെ തന്നെയാണ്. മൂത്രവാർച്ചാനാരെ ഒരു എത്രയും വേഗം ഒരു എടുത്തിട്ട് പിന്നെ ആ എടുത്ത ഉടനെ തന്നെ ഫർള് നിസ്കരിക്കുകയാണെങ്കിലും അതിന് മുമ്പായിട്ട് വീണ്ടും മൂത്രമിറ്റും. അപ്പൊ അവന്റെ അതോട് കൂടി മുറിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള രക്തം പോക്കുള്ള സ്ത്രീകള്, അതുപോലെ ഈ മൂത്രവാർച്ച ഉള്ള പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ ആരായാലും ശരി, അവരെന്ത് ചെയ്യണമെന്നാണ്? അവര് വുളു ചെയ്യണം. അവർ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? വുളു എടുക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല്ലോ. എന്നാ അവർക്ക് നിൽക്കുവോ? ഉണ്ടാക്കുമ്പോഴേക്കും മുറിയും ചെയ്യും. പക്ഷെ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഉള്ള കൽപ്പന അള്ളാഹ് പറഞ്ഞ കേട്ടാൽ മതി. ഇപ്പൊ നമ്മളല്ലേ അള്ളാഹ് പറഞ്ഞ കേട്ടാൽ മതില്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ കൽപ്പന ഇവരോട് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ഇവര് ഉണ്ടാക്കണം. മുറിഞ്ഞോട്ടെ, അതുകൊണ്ട് ധാരാളമൊന്നുമില്ല. ഉണ്ടാക്കണം എന്നാണ് അള്ളാഹു തആലന്റെ കൽപ്പന. പക്ഷെ ആ ഉണ്ടാക്കൽ എപ്പോഴായിരിക്കണം? ആ ചെയ്യൽ വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി, ആ ചെയ്യൽ വഖത്ത് കടന്നതിന് ശേഷമേ ചെയ്യാൻ പറ്റൂ. അതാണ് അവരോടുള്ള കൽപ്പന. വഖത്ത് കടന്നതിന് ശേഷം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊരു നിസ്കാരത്തിനും അങ്ങനെ തന്നെ. ഏതൊരു നിസ്കാരത്തിനും ആ നിസ്കാരം നിസ്കരിക്കണമെങ്കിലേ അതിന്റെ വഖത്ത് കടക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയാം, ളുഹർ നിസ്കരിക്കണമെങ്കിൽ ളുഹർ വാങ്ങി കൊടുക്കുന്നതിന്റെ മുമ്പ് ഉണ്ടാക്കുക പറ്റൂല. അത് മൂത്രവാർച്ചക്കാർക്ക് അല്ലെങ്കിൽ പറ്റൂലേ, അല്ലെങ്കിൽ ഇസ്തിഹാത്തൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ പറ്റുമോ? എപ്പോ ഉണ്ടാക്കിയാലും വേണ്ടില്ല, നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടായാൽ മതി, അതാണല്ലോ. പക്ഷെ ഇവർക്ക് അത് പറ്റൂല. മൂത്രവാർച്ചക്കാരും പിന്നെ ഇസ്തിഹാത്തുള്ള പെണ്ണുങ്ങൾ അത് പറ്റൂല. കാരണം അവർക്ക് ഇല്ലേ, മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചെയ്യുമ്പോൾ എന്ത് വേണമെന്നാണ് അള്ളാഹു തആലയുടെ കൽപ്പന? അവർ വഖത്ത് എത്തിയതിനു ശേഷമേ ചെയ്യാൻ പറ്റൂ. മുറിഞ്ഞോട്ടെ. ആ വഖത്ത് എത്തിയതിനു ശേഷം ചെയ്യുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് നിസ്കരിക്കുകയും വേണം. അതാണ് അള്ളാഹു തആലയുടെ കൽപ്പന അവിടെ. അപ്പോ ഇപ്പൊ ഈ ഇതില് പരസ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണേ. ഏത് ചട്ടി സുന്നിയാനും ശരി, മുജാഹിദാനും ശരി, ആരാനും ശരി. ഇപ്പൊ കാരണം ഈ സംസാരിക്കുന്ന സമയത്തെ സംസാരിക്കുന്ന ആൾക്കും തന്നെ ആളുടെ ശ്രദ്ധ അങ്ങോട്ടോടെ പോകും. അങ്ങനെ ശ്രദ്ധിക്കാൻ നല്ലതാണ്. ആയിക്കോട്ടെ. പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ വഖത്ത് എത്തിയതിനു ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഉള്ളത് ഏത് നിസ്കാരത്തിനും അങ്ങനെ തന്നെ. ആ നിസ്കാരത്തിന്റെ വഖത്ത് എത്തണം. അങ്ങനെ ആകുമ്പോ ഫർദ് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ഫർദ് നിസ്കാരത്തിന്റെ വഖത്ത് എത്തണം. എന്ന് വെച്ചാൽ ആ നിസ്കാരത്തിന്റെ സമയം കടക്കണം, എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സുന്നത്ത് നിസ്കരിക്കണില്ല, സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം കടക്കണം. അപ്പൊ ഒരാൾ ളുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആളത്തെ പിന്നെന്ത് ചെയ്യണത്? ചെയ്യണത്. അതും തന്നെ ആ ളുഹറിന്റെ മുമ്പത്തെ സുന്നത്തിന്റെ സമയം എപ്പോഴാണ് കിടക്കുക? ളുഹർ വാങ്ങിക്കൊടുത്ത് ളുഹറിന്റെ വഖത്ത് ആവണം. അപ്പോഴേ ആൾക്ക് ളുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയുള്ള പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പിന്നെ വുളുവിന്റെ ഫർളിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണമെങ്കിലോ ഫർളിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം. എന്നാലോ ഫർളിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ സമയം എപ്പോഴാ കിടക്കല്? ഫർള് നിസ്കരിക്കണം. ഫർളിന്റെ ശേഷമുള്ള സുന്നത്തിന്റെ സമയം കിടക്കല് ഫർള് നിസ്കരിക്കുന്നതോട് കൂടിയല്ലേ. ആ ഫർള് നിസ്കാരം കഴിഞ്ഞ ശേഷമേ ഫർളിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയുള്ള വുളു ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സംശയം ഉണ്ടാവൂലേ? അതുപോലെ തഹിയ്യത്ത് നിസ്കരിക്കണം അല്ലേ? ഒരാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ചില പള്ളി തഹിയ്യത്ത് നിസ്കരിക്കാനുള്ള വുളു എപ്പോഴേ പറ്റുള്ളൂ? ഈ സെൽസിൽ പോലെയുള്ള ആളെ മൂത്രവാസക്കാരനാണ്. അയാളിപ്പോ പിന്നെ ഫർളാവട്ടെ സുന്നത്താവട്ടെ അതിന്റെ വഖത്ത് കടക്കണ്ടേ? തഹിയ്യത്ത് നിസ്കാരത്തിന്റെ വഖത്ത് എപ്പോഴാ കിടക്കുക? തഹിയ്യത്ത് നിസ്കാരത്തിന്റെ വഖത്ത് കിടക്കല് പിന്നെ പള്ളി കടന്നാല്, പള്ളി പ്രവേശിച്ചാലാണ്. അപ്പൊ തഹിയ്യത്ത് നിസ്കരിക്കണം പള്ളി കടന്നതിന് ശേഷമാണ് അയാൾ വുളു ചെയ്യാൻ.
അല്ലെങ്കിൽ നിസ്കരിക്കണ്ട. പള്ളി കടന്ന ശേഷം അങ്ങനെ ഒതു ചെയ്യാനൊക്കെ ഉണ്ടാവില്ല. നിസ്കരിക്കണ്ട, പക്ഷെ നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ വേണം, അതിന്റെ വക്ത് കിടക്കണം, എന്നാലേ പിന്നെ ഒതു ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വേറെ വിഷയമുണ്ട്. ഇവിടെ എന്താണ്, ഒരു ഫർള് എത്ര ഒരു ഒതു കൊണ്ട് ഒരു ഫർളേ പറ്റുള്ളൂ. ഒരു ഫർള് കൊണ്ട് അല്ല, ഒരു ഒതു കൊണ്ട് ഫർളേ പറ്റുള്ളൂ. ഒരു ഫർള് അല്ല, ഒരു ഒതു കൊണ്ടേ ഒരു ഫർളേ പറ്റുള്ളൂ. സുന്നത്ത് എത്രയും ആവാന്ന് പറഞ്ഞു നമ്മള്. അത് ഏതാണ് ചന്ത അവിടെ? അപ്പൊ ഉണ്ടാവും, അപ്പൊ ഒരു സംശയം ഉണ്ടാവും അല്ലേ? അപ്പോ ഫർള് ഒരു സുന്നത്ത് എത്രയും ആവാം. അപ്പോ ളുഹർ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ അപ്പൊ വേറെ ഒതു വേണ്ടേന്ന് അല്ലേ? കാരണം ഫർള് നിസ്കരിച്ചു, ഫർള് നിസ്കാരം കഴിഞ്ഞ ശേഷമല്ലേ ശേഷമുള്ള സുന്നത്തിന് സുന്നത്തിന് വേണ്ടി ഒതു ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ശേഷമുള്ള സുന്നത്തിന് വേണ്ടി വേറെ ഒതു ചെയ്യണ്ടേന്ന് വേണ്ടാന്ന്. അതുണ്ട് അങ്ങനെ, അത് വേണ്ട. അത് ഞാൻ അതിന്റെ ഭാഗത്ത് പറഞ്ഞുതരാം. വലിയ റവാത്തിബിൽ മുതഅഖിറത്തി ഖബ്ല ഫിഇൽ ഫർളി വലിയ റവാത്തിബിൽ മുതഅഖിറത്തി ഖബ്ല ഫിഇലിൽ ഫർളി. ഫർള് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഫർളിന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾക്ക് വേണ്ടി വുളു ചെയ്യാനും പറ്റുകയില്ല. എങ്ങനെ? ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് ഫർളിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിനുവേണ്ടി വുളു ചെയ്യാനും പറ്റൂല. അവിടെ ശ്രദ്ധിക്കട്ടോ. ഐ വലാ യതവല്ലഉ ഖബ്ല ഫിഇലിൽ ഫർളി ലിഅജലി റവാത്തിബി ഐ ബിഖസ്ദി ഇസ്തിബാഹത്തി ഫിഇലി റവാത്തിബി. ഇത് ഏതാണ് ചണ്ട? റവാത്തിബിനെ ഹലാലാക്കാൻ വേണ്ടി വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടിയുള്ള വുളു പറ്റൂല എന്നായി പറഞ്ഞത്. ശ്രദ്ധിക്കണം. ആ പറഞ്ഞ എങ്ങനെയാണ്? റവാത്തിബ് സുന്നത്ത് ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരാള് വുളു ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ഫർള് നിസ്കാരം കഴിയണം. ഫർള് നിസ്കാരം കഴിയണം. നേരെ മറിച്ച് അതല്ല. നേരെ മറിച്ച് ഫലോ തവല്ല, അപ്പോൾ ഒരാൾ വുളു ചെയ്തു ഈ അജ്ലി ദാലിക. എങ്ങനെ? റവാത്തിബ് സുന്നത്ത് ളുഹറിന്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി ഒരാൾ വുളു ചെയ്ത് നിൽക്കുക. എന്നാൽ ലം യസിഹ വുളുഹു, അവന്റെ വുളു സഹിയാവൂല. എപ്പോ? പിന്നെ റവാത്തിബ് പ്രവർത്തിച്ചിട്ടല്ലാതെ ആ വുളു സഹിയാവൂല. ളുഹറിന്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കാൻ വേണ്ടി ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അവൻ വുളു ചെയ്യണമെങ്കിൽ എന്ത് വേണം? ളുഹർ നിസ്കാരം കഴിയണം. അത് ളുഹർ നിസ്കാരം കഴിയണം. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇതാ പറഞ്ഞു, വാലം നീ അറിയുക, അന്ന ദായിമൽ ഹദസി, നിത്യശുദ്ധിക്കാരൻ, യുസ്തബാഹു ലഹു, അവന് ഹലാലാകും ബിവുളൂഇഹി ലിൽ ഫർളി, ഫർളിന് വേണ്ടി വുളു ചെയ്ത ആ വുളു ഉണ്ടല്ലോ, ആ വുളു കൊണ്ട് അവന് ഹലാലാകും. അൻ യുസല്ലിൽ ഫർള, ഫർള് നിസ്കരിക്കുക ഹലാലാകും. വമാ ശാഅ മിനൻ നവാഫിലി, അവൻ ഉദ്ദേശിച്ചത്ര സുന്നത്ത് നിസ്കരിക്കലും ഹലാലാകും. വഇദാ ഉലിമ ദാലിക, ഇത് അറിയപ്പെട്ടാൽ ഫലാ യുൻദറു ലിമഫ്ഹൂമി ഖൗലിഹി വലാ യതവല്ലഉ ലിറവാതിബി ഖബ്ല ഫർളി, ആ സംശയം അവിടെ വരൂലാന്ന്. ഏത്? റവാത്തിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ ഫർളിന്റെ ശേഷമുള്ള റവാത്തിബ് നിസ്കരിക്കണമെങ്കിൽ ഫർള് നിസ്കരിക്കണം എന്ന ആ സംശയം ഇവിടെ വരൂലാന്ന്. മനസ്സിലാകണ്ട? അപ്പോ ഫർളിന്റെ ശേഷമുള്ള റവാത്തിബ് ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി വുളു ചെയ്യണമെങ്കിലാണ് ഏത്? ആ ഫർള് നിസ്കാരം കഴിയണം എന്ന് പറഞ്ഞത്. അതേ സമയത്ത് അതല്ല, ആ നിയ്യത്തോടു കൂടിയല്ല, ഫർളിന് വേണ്ടി വുളു ചെയ്ത് നിൽക്കുക. ആ വുളു കൊണ്ട് എന്തും പറ്റും? ഇനി ഒരു ഫർളും പറ്റും, സുന്നത്ത് എത്രയും ആവാന്നുള്ള മസ്അല. ആ മസ്അല അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫർള് കൊണ്ട് അല്ല, ആ വുളു കൊണ്ട് വേറെയും സുന്നത്ത് നിസ്കരിക്കാം, വേറെ റവാത്തിബ് നിസ്കരിക്കണമെങ്കിൽ വേറെ വുളു വേണ്ടാന്ന്. ഈ സ്പെഷ്യൽ നിയ്യത്ത് വേണമെങ്കിലാണ് ഈ പറഞ്ഞത്. ഈ സ്പെഷ്യൽ നിയ്യത്ത് ഉണ്ടല്ലോ, ഒരാൾ നിയ്യത്ത് തന്നെ വെക്കണ എങ്ങനെയാണ്? ഫർളിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടിയാണ് വുളു ചെയ്യുന്നത്. അങ്ങനത്തെ നിയ്യത്തോടു കൂടിയുള്ള വുളുവിനാണ് പിന്നെ ഫർള് നിസ്കാരം കഴിയണം എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് അവൻ ഫർള് നിസ്കരിക്കാൻ വേണ്ടി ആദ്യം വുളു ചെയ്തിട്ടുണ്ട്, ആ വുളു കൊണ്ട് എന്തും ചെയ്യാം, ആ ഫർള് നിസ്കരിക്കാം, ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിക്കുകയും ചെയ്യാം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല അല്ലേ? അപ്പൊ അവിടെ പ്രത്യേകമൊന്നും ഇല്ലാന്ന്. അവിടെ ചിലപ്പോ ഈ കാര്യം ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും സംശയം കൂടിയിട്ടുണ്ടാവില്ല. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുത്ത മാസം
ഉംറക്ക് മസലല്ല, അടുത്ത മാസം ഉംറക്ക് പോവണമെന്നുണ്ട്. എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനും മഖബൂലും മബ്രൂറുമായ ഉംറ ചെയ്യാനും ക്ലാസ് റൂമിൽ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉംറയും മറ്റ് അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിനൊക്കെയുള്ള പൂർണ്ണ സവാബ് അല്ലാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കാന്തപുരം തെറ്റായി ഓതിയ ക്ലിപ്പുണ്ടോ? പടച്ചറപ്പേ, എന്തോ ഒരു അത് നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കൊന്നും വേണ്ട. അതിപ്പോ അത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അടുക്കൽ ഒരു നാവിന് ഒരു പഴവ് സംഭവിച്ചു. അത് വല്ലാതെ ആഘോഷിച്ചപ്പോൾ ആ ആഘോഷം നിർത്താൻ വേണ്ടിട്ട് ഒരു പണി ചെയ്താണ്. അത് നിർത്തും ചെയ്തല്ലോ അല്ലേ? അത് നിർത്തിക്കണ്. അപ്പോഴല്ലേ കൊലയായിട്ട് ഇങ്ങനെ വരണല്ലേ? അപ്പോഴാണ് കൊലയായിട്ട് തെറ്റുകൾ ഇങ്ങനെ വരുന്നത്. അതോടുകൂടി ആ പണി അവർ നിർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുമായിട്ട് ചെയ്ത പണിയാണ്. അതല്ലാതെ അത് ഇങ്ങനെ പ്രചരിപ്പിക്കും ആഘോഷിക്കൊന്നും വേണ്ട. കാന്തപുരം അതൊന്നും മൂപ്പർ കരുതി കൂട്ടി തെറ്റിയൊന്നല്ലോ, കരുതിക്കൂട്ടി തെറ്റിച്ചതല്ലാന്ന്. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അത് ശരി. അവരുടെ മകളുടെ 3 മാസം പ്രായം ഉള്ള കുട്ടിക്ക് ഹാർട്ടിന്റെ മുകളിൽ കുടൽ കയറി ഓപ്പറേഷൻ ഇന്നുണ്ട്. KICR ദുആ ചെയ്യാനും പ്രത്യേകം നൂർഫൈസിയോട് പറയാനും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ നല്ല രീതിയിലൊക്കെ ആ പ്രസവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷിക്കട്ടെ. ആ കുട്ടിക്കും ആ കുട്ടിയെ പ്രസവിക്കുന്ന അതിന്റെ ഉമ്മാക്കും ഒക്കെ അല്ലാഹു സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലെ ദീർഘായുസ്സും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. യാതൊരു വിഷമവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയാക്കി കൊടുക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സംഘടനാപരമായി ഒരുപാട് ശത്രുക്കൾ ഉണ്ട്, പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വക ശത്രുതയിൽ നിന്നും അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഉമ്മാക്ക് വിട്ടുമാറാത്ത കൊര പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അതിന്റെ മഹലായ ഫദ്ല് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ഉമ്മാക്കും നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാർക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയെല്ലാം ഇരിക്കണം? എങ്ങനെയെല്ലാം ഇരിക്കണം എന്ന് പറഞ്ഞാല് എന്താ പോലും പറയാൻ, ഭക്ഷണം ആദാബുൽ അക്ലി വശുർബ് കുറെ ഉണ്ടല്ലേ. പല കിതാബുകളിലും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട് ആദാബുൽ അക്ലൊക്കെ. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോ ഇരിക്കാന് സുപ്രയുടെ നിലത്തിരിക്കുകയാണ് സുന്നത്ത്. ഒരു മേശയും ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഇരിക്കണേനൊക്കെ അത് ഇരിക്കാൻ പാടില്ല എന്നല്ല, ചില ആളുകൾക്ക് അത് ആവശ്യമാവും അല്ലേ. ചില ആൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയേ ഇത് ഞാനീ പറഞ്ഞത് ശ്രദ്ധിക്കണം. അതൊരു ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ ഡൈനിങ് ടേബിൾ എന്നല്ല, നിലത്തിരിക്കും ചിലവര്. ആ സുന്നത്തായ ഇരുത്തൊക്കെ ഇരിക്കും. പക്ഷെ ആ സുന്നത്തായ ഇരുത്തിരിക്കുമ്പോഴാണ് ഓരോരുത്തർ ഹറാമാനെ കാട്ടും ചെയ്യുന്നത് അല്ലേ. നിലത്തിരിക്കും, സുന്നത്തായ ഇരുത്താണ്. ഇപ്പൊ ഇടത്തെ പാദം ഇങ്ങനെ പരത്തി വെച്ച് ആ പാദത്തിന്മേൽ ഇരിക്കുക, എന്നിട്ട് വലത്തെ കാലിങ്ങനെ അങ്ങനെ പൊന്തി നാട്ടി വെക്കുക, അങ്ങനെ ഭക്ഷണം കഴിക്കുക. ആ നാട്ടി വെക്കുമ്പോ കാണാൻ വേറെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. ചിലപ്പോ അത് ചെയ്യത് ഹറാമാണ്, അവർക്ക് ഒഴിവാക്കൽ ഹറാമാണല്ലോ. എന്നിട്ട് അത് വല്ലാത്തൊരു വിഷമാണ്. ഈ ചില ആളുകൾ ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ചില ആളുകൾ അവർക്ക് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് ഒരു കൈ കാലൊക്കെ ഉണ്ടല്ലോ, കൈ മൂക്ക്, ആ ഒരു വിലനെ അതിനും കൽപ്പിച്ചിട്ടുള്ളത് തോന്നുന്നത് വേറൊരു കാണുന്നതിന് യാതൊരു. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ സംഗതി അങ്ങനെ തന്നെ, ഇരുത്തം അതാണ് ഏറ്റവും സുന്നത്ത്. പക്ഷെ ഇത് അപ്പൊ ആ കാര്യമൊക്കെ ശരിക്കും പാലിക്കണം, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇടത്തെ കാൽ പരത്തി വെച്ചുകൊണ്ട് ആ പാദത്തിന്റെ മേൽ, ആ ഇടത്തെ കാലിന്റെ പാദത്തിന്റെ മേൽ ഇരിക്കുക, വലത്തെ കാൽ നാട്ടി വെക്കുക, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. അത് സുന്നത്തായ ഒരു ഇരുത്തമാണത്. പിന്നെ
അങ്ങനെ വജലസ അലാ ളഹിരി ഖദമൈഹി അങ്ങനെയാണ് റസൂലുള്ളാഹ് വറുബമാ നസബ റിജ്ലഹുൽ യുംന വജലസ അലൽ യുസ്റ. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വലത്തേക്കാൽ അങ്ങനെയും വെക്കാറുണ്ട്. റസൂലുള്ളാഹി വലത്തേക്കാൽ എന്ത് ചെയ്യുക, പരത്തി വെക്കുക, വലത്തേക്കാല് പരത്തി വെക്കുക, എന്നിട്ട് ഇടത്തേക്കാല് പിന്നെ അല്ല അങ്ങനല്ല, വലത്തേക്കാല് നാട്ടി വെക്കുക, ഇടത്തേക്കാല് പരത്തി വെച്ചുകൊണ്ട് ആ കാലും ഇടത്തേക്കാലും ഇരിക്കുക, അങ്ങനെ ഇരിക്കാറുണ്ട്. ചിലപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്യാറുണ്ട്, പിന്നെ രണ്ട് പാദവും ജലസ അലാ ളഹിരി ഖദമൈഹി, റസൂലുള്ളാഹി രണ്ട് പാദത്തിന്റെയും മേലെ അങ്ങനെ ഇരിക്കും. രണ്ട് പാദം ഒന്നിച്ചിങ്ങനെ പരത്തി വെച്ചിട്ട് അതിന് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ഇടയിലെ തഹിയ്യാത്തിനൊക്കെ ഇരിക്കുമല്ലോ, ഏകദേശം അങ്ങനല്ല, അത് വലത്തേക്കാലും നാട്ടി വെക്കല, അതല്ല, രണ്ട് കാലും കൊണ്ട് പരത്തി വെച്ചുകൊണ്ട് അതിന് ഇരിക്കുക, അങ്ങനെ ഇരിക്കാറുണ്ട് റസൂലുള്ളാഹി. പിന്നെ ചാരി ഇരിക്കരുത് എന്നാണ്, ചാരി ഇരിക്കരുത്. വക്കാന യഖൂലു ലാ ആകുലു മുത്തക്കിഅൻ, റസൂലുള്ളാഹി പറയും ചെയ്യായിരുന്നു, ഞാൻ ചാരി ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കൂല. അഖ്റജഹുൽ ബുഖാരി മിൻ ഹദീസ് അബി. അപ്പോ വേറെ ഹദീസ് ഇങ്ങനെയുണ്ട്, ഞാൻ ഇന്നമാ നഅബ്ദുൻ ആകുലു കമാ യഅകുലുൽ അബ്ദു വഅജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു. അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഒരു അടിമ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു അതുപോലെയാണ് ഞാൻ ഇരിക്കുക. ഒരു അടിമ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക അതുപോലെയാണ് ഭക്ഷണം കഴിക്കുക. ഒരു അടിമ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക അതുപോലെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക. വളരെ തവാളു അല്ലെ, ഒരു 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 തക്കബ്ബുറിന്റെ രൂപം എന്നല്ലാത്ത ഉണ്ടല്ലോ, അങ്ങനല്ല, ഒരു അബ്ദ്, ഒരു ദാസന്റെ ഇരുത്തം ഇരിക്കുക. അതാ അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചന്ദനപ്പൊഴി ഇട്ടിരിക്കുക, തറബുഴിന്റെ ഇരുത്തണ്ടല്ലേ, അതും ദോഷമുണ്ടെന്നല്ല പറഞ്ഞത്. അത് നമ്മുടെ നാട്ടിലൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു അബുദിന്റെ ഇരുത്തല്ല അല്ലെ, അതൊരു അബുദിന്റെ ഇരുത്തല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇടത്തേക്കാൽ പരത്തി വെച്ചുകൊണ്ട് അതിന് മേൽ ഇരുന്ന് കൊണ്ട് വലത്തേക്കാൽ നാട്ടി വെക്കുകയോ, അതിന് രണ്ട് കാലും പരത്തി വെച്ചുകൊണ്ട് അതിന് മേൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. പിന്നെ ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ചാരി ഇരുന്ന് കൊണ്ട് വെള്ളം കുടിക്കൽ വസ്റുബു മുത്തക്കിഅൻ മക്റൂഹുന്ന വൈക്റഹുൽ അക്ലു നായിമൻ വമുത്തക്കിഅൻ. നായിമൻ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാന്നല്ല, കിടന്ന് ഭക്ഷണം കഴിക്കുക. കിടന്ന് ഭക്ഷണം കഴിക്കുക കറാഹത്താണ്. ഉഴറൊന്നുമില്ലാതെ കിടന്ന് ഭക്ഷണം കഴിക്കുക കറാഹത്താണ്. അതുപോലെ തന്നെ ചാരിരുന്ന് ഭക്ഷണം കഴിക്കലും കറാഹത്താകുന്നു. ചാരിരുന്ന് ഭക്ഷണം കഴിക്കലും കറാഹത്താണ്, വെള്ളം കുടിക്കലും കറാഹത്താണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ രൂപങ്ങള്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബ്ദുള്ള കുട്ടി ബാക്കവി വിളിച്ചിരുന്നു. ഭാര്യ പ്രസവിച്ചു. കുട്ടി കുറച്ച് ദിവസം ഐസിയുയിൽ ആയിരുന്നു. തൂക്കം കുറവാണ്. ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള കുട്ടി ബാക്കവി മദീനയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം നാട്ടിലാണുള്ളത്. അദ്ദേഹം പുതുപ്പറമ്പ് സ്വദേശിയാണ്. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. കുട്ടിക്ക് അല്ലാഹു സിഹത്തും ആഫിയത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിയെ കൊണ്ട് അല്ലാഹു ആ കുട്ടിയുടെ കുടുംബത്തിനും മുസ്ലിം സമുദായത്തിനും അല്ലാഹുവിന്റെ ദീനിനും ഗുണം നൽകട്ടെ. ഒരു മിനിറ്റ്. ഹലോ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അത് മലയാളം ഉണ്ടാക്കാൻ ഇൻഷാ അല്ലാഹ്. അത് വേണ്ട മതി. നോമ്പേരക്കെട്ടാ. അപ്പോ ഇന്ന് ബുസ്റാക്കും യോമിൽ വിഷയം അമാനത്താണ്. അത് പറയാൻ വിളിച്ചാണ്. അപ്പോ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ കൊണ്ട് അല്ലാഹു ദീനിനും കുടുംബത്തിനൊക്കെ വലിയ ഗുണം നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
KICR റേഡിയോ ശ്രോതാവ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എനിക്ക് നാളെ മോർണിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിജയം നൽകട്ടെ. നാളെ അള്ളാഹു ഖൈറായ സമയത്ത് അള്ളാഹു വിജയം നൽകുകയും അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് പൈസ കിട്ടാൻ ഉണ്ടെന്ന്. 1, 10, 100, 1000, 14, 2,30,000. 2,30,000. അതു പകുതി ഫെബ്രുവരിയിൽ തരാം എന്ന് പറഞ്ഞു. ബാക്കി 2014 മെയ്യിലും. ഇതുവരെ കിട്ടിയിട്ടില്ല. ഉസ്താദ് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല വിഷമം ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരട്ടെ. ആ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ആ പൈസ തരാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തോന്നിപ്പിക്കട്ടെ. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ലാത്തതിന് സന്തോഷകരമായ രീതിയിൽ ആ പൈസ നിങ്ങൾക്ക് തരാൻ അള്ളാഹു തആല തോന്നിപ്പിക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ SKSF പൂക്കിപ്പറമ്പ് മേഖലാ കമ്മിറ്റി അംഗമാണ്. നോക്കട്ടെ ഇനി വായിക്കാൻ പറ്റുമെന്നല്ലേ. എന്റെ മകന്റെ മകൻ റബീഉൽ അവ്വൽ 12 തലേന്ന് ബൈക്ക് ആക്സിഡന്റ് ആയി 2 ദിവസത്തിന് ശേഷം ബോധമില്ലാതെ ഇപ്പോഴും ആ അവസ്ഥയിൽ ആണ്. ഹോസ്പിറ്റലിലാണ്. ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പടച്ചവനെ, ആ കുട്ടിക്ക് നീ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ. ആ കുട്ടിക്ക് നീ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യണേ. ആ കുട്ടിയെ പൂർവാവസ്ഥയിലേക്ക് നീ കൊണ്ടുവരികയും ആ കുട്ടിക്ക് സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുകയും നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യണേ. ആ കുട്ടിയുടെ കുടുംബത്തെ നീ സമാധാനിപ്പിക്കണേ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസ്താദെ, എന്റെ എളാപ്പാന്റെ മകൻ റബീഉൽ അവ്വൽ പറഞ്ഞല്ലേ, റബീഉൽ അവ്വൽ 12 തലേന്ന് ആക്സിഡന്റ് ആയി 2 ദിവസം അബുദാബി. അങ്ങനെയുള്ള പറഞ്ഞല്ലേ. ഞാൻ ഇപ്പോൾ അബുദാബിയിലാണ്. വന്നിട്ട് 1 വർഷവും 2 മാസവും ആയി. ഭാര്യ ഇപ്പോൾ വിളിക്കുമ്പോൾ ചെല്ലാൻ പറയുന്നു. എന്നെയാണെങ്കിൽ അർബാബ് വിടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ കുറ്റക്കാരൻ ആകുമോ? അള്ളാഹു നമുക്ക് ക്ഷമ നൽകാൻ ദുആ ചെയ്യണം. വേറെയും കുറെ വിഷയം ഉണ്ടാവും, മുഴുവൻ വായിക്കണ്ട. എന്താ ചെയ്യലേ? എന്താണ് ചെയ്യ? ഭാര്യ നാട്ടിൽ ചെല്ലാൻ പറയുന്നു. അർബാബാണിലോ പോകാൻ സമ്മതിക്കണം ഇല്ല. എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയും നാട്ടിൽ പോകണം. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ആ റിസ്ഖ് വളരെ വിശാലമാണ്. ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ട് അള്ളാഹു റിസ്ഖ് തരും. അള്ളാഹു ഖാലിഖാണെങ്കിൽ അള്ളാഹു റാസിഖുമാണ്. അപ്പൊ നിങ്ങള് ഇതിമ കൊല്ലാ പിടിച്ച് തൂങ്ങണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. എത്രയും വേഗം നാട്ടിൽ പോവാൻ ശ്രമിക്കുക. ഭാര്യ ചിലപ്പോൾ അവൾക്കുണ്ടാവുമല്ലോ അല്ലെ, അവളുടെ ഒരു യുവതിയായ സ്ത്രീയാകുമ്പോൾ അവളുടേതായ അവകാശം അത് നമ്മൾ നിർവഹിച്ചു കൊടുക്കണം. അതില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം പോകാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. എത്രയും വേഗം നാട്ടിൽ പോയി കുടുംബത്തോടു കൂടി കഴിഞ്ഞ് സന്തോഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ മാർഗങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എളുപ്പമാക്കി തരട്ടെ. നിങ്ങൾക്കും അവൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമിക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിയ്യത്തിൽ വസ്വാസ് ഉണ്ട്, അത് മാറാൻ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? നിയ്യത്തിൽ വസ്വാസ് മാറാൻ ചെല്ലാനൊന്നല്ല. അത് കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതാണ് വേണ്ടത്. കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അല്ലാഹു അക്ബർ തക്ബീറത്ത് ഇറാൻ കെട്ടിയ എന്റെ അപ്പൊ നിയ്യത്ത് ഇപ്പൊ എന്തേക്കാണ്? നിങ്ങൾ അങ്ങോട്ട് പോകണം. ഞാൻ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് ആദ്യം. നിയ്യത്തിന്റെ മുമ്പായിട്ട് നാവുകൊണ്ട് പറയുക. അത് സുന്നത്താക്കിയത് വെറുതെ അല്ല. അത് മനസ്സിൽ കരുതുന്നുണ്ടല്ലോ. ആ മനസ്സിൽ കരുതുന്നത് ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ആദ്യം നാവുകൊണ്ടത്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പായിട്ട് ഉസല്ലി ഫർളൽ ളുഹ്രി എന്ന് പറഞ്ഞു. അത് മാത്രം മതി. അത് നിർബന്ധം അത്ര മാത്രമേ ഉള്ളൂ. നിസ്കരിക്കുന്നെന്നും ഇന്ന നിസ്കാരെന്നും ഫർളെന്നും ഈ 3 കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ. പിന്നെ മുത്തവജ്ജിഹനിലൊക്കെ എത്തി അതൊക്കെ സുന്നത്താണ്. 3 കാര്യം മനസ്സിൽ കരുതൽ മാത്രമേ നിർബന്ധമുള്ളൂ. ഒന്ന്
ഉസല്ലി അത് മനസ്സിൽ കരുതുക. പിന്നെ ഫർള അതും മനസ്സിൽ കരുതുക. ഇനി ലുഹറാണി ലുഹർ, അസറാണി അസർ, അതും. അപ്പൊ ഉസല്ലി ഫർള ലുഹരി അത്രേ ഉള്ളൂ. പിന്നെ ഈ 3 കാര്യം മനസ്സിൽ കരുതിയാൽ മതി. അത് ഈ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതിന് മുമ്പായിട്ട് നാവുകൊണ്ടൊന്ന് പറയാം. ആ നാവുകൊണ്ട് പറച്ചിൽ കഴിഞ്ഞ ശേഷം ആ പറയുന്ന സമയത്തൊക്കെ ശരിക്കും ബോധം ഉണ്ടാകുക. എന്തെങ്കിലും ഒരു യാന്ത്രികമാകരുതെന്ന് അർത്ഥം. അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ സംസ്കാരമൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. അതെന്താണാവോ, തെറ്റിട്ടോ ഉണ്ടാവില്ല. ഒരാൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ തെറ്റിട്ടോ ഉണ്ടാവില്ല. പക്ഷെ അതങ്ങനെ ശരീരത്തിന് പടിഞ്ഞത് കാരണം അങ്ങനെ എന്താണ് ആകുകയാണ്. അതൊക്കെ മനസ്സ് ഉണ്ടാകുകൊണ്ടൊന്നുമല്ല. അപ്പൊ എന്താ ചെയ്യാ, ആദ്യം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് മനസ്സ് അറിഞ്ഞുകൊണ്ട് ശരിക്കൊന്നുണ്ട് നാവുകൊണ്ടായിട്ട് പറയാം സല്ലി ഫർളുഹുരി. എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ. പിന്നെ ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് സല്ലി ഫർളുഹുരി മനസ്സിൽ കരുതുക. ഇനി പിന്നെ ഇനി അതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഇനി അല്ലാഹു അക്ബറിലേക്ക് നിങ്ങൾ ശ്രദ്ധ തന്നെ കൊടുക്കാതിരിക്കുക. ഇനി അടുത്ത ശ്രദ്ധ അടുത്തയിലേക്കാകുക, വജ്ജഹത്തുലേക്കാകുക. വജ്ജഹത്ത് ഓതുന്നുണ്ടെങ്കിൽ വജ്ജഹത്ത് ഓതുമ്പോ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിനെ കുറിച്ച് ചിന്തിക്കരുത്. വജ്ജഹത്തുടെ ഓതി കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കരുത്. വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. വജ്ജഹത്ത് വജ്ഹിഹലില്ലതി അത് വെച്ചാൽ അനിപ്പോ എനിക്ക് ഫാത്തിഹയുടെ ഓതാനുള്ളത് ഇങ്ങനെ ചിന്തിക്കുക. ഫാത്തിഹന്റെ ഓതുമ്പോ വേഗം ഫാത്തിഹന്റെ ഓതുക. ഫാത്തിഹത്തെ ഒരായത്ത് ഓതിയാൽ പിറ്റത്തെ ആയത്തിൽ കടന്നാൽ കഴിഞ്ഞു പോകാനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ബിസ്മില്ലാഹി എന്നാ പറഞ്ഞത് അങ്ങനെ അവിടേക്ക് പോകാൻ നിൽക്കണ്ട. അത് വേഗം ഓരോ ആയത്ത് ഓതുമ്പോഴും അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുക, കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഫാത്തിഹ ഓത്ത് കഴിയുന്നതോടുകൂടി സൂറത്തിനെ കുറിച്ച് ചിന്തിക്കുക. സൂറത്ത് ഓതി കഴിയുന്നതോടുകൂടി റുക്കുവിനെ കുറിച്ച് ചിന്തിക്കുക. ചുരുക്കി പറയാണെങ്കിൽ നിസ്കാര സമയത്ത് വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, കഴിഞ്ഞ വിഷയത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. തന്നെ അപ്പൊ അതാണ് വസ്വാസ് മാറാനുള്ള നല്ലൊരു മാർഗം. പിന്നെ ഇനി വേറെ മാർഗമുണ്ട്. നിനക്കായാലും ചിലപ്പോ വേറെ മാർഗമുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം, ഷാഫി മദ്ഹബ് പ്രകാരം ആ തക്ബീറത്തുൽ ഇഹ്റാമിനോട് നിയ്യത്തിനെ ബന്ധിപ്പിക്കണം എന്നൊക്കെ പറയാം. അന്വരിപ്പിക്കുക എന്നൊക്കെ പറയല്ലോ അല്ലെ, അന്വരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ സമയത്തായിരിക്കണം നിയ്യത്ത് എന്നൊക്കെ. അത് ഷാഫി മദ്ഹബാണ്. അതേസമയത്ത് ഹനഫി മദ്ഹബ് പ്രകാരം നിയ്യത്ത് ഫർളല്ല, ഷർത്താണ്. നിസ്കാരത്തിന്റെ ഷർത്താണ്. ഷർത്താകുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പും ആവാം. ഒതുകൊടുക്കൽ നിസ്കാരത്തിന്റെ ഷർത്തല്ലേ. അത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തല്ലല്ലോ അത് ഉണ്ടാക്കല്ലേ, അതിന് മുമ്പല്ലേ. ഷർത്താകുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പും ആവാം. അപ്പൊ അങ്ങനെയും കരുതാവാം. അപ്പൊ ഞാനിപ്പോ ഇത്ര നിസ്കരിക്കണ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് ഞാൻ എന്റെ മനസ്സിൽ എങ്ങനെ നിസ്കരിക്കണം എന്നുണ്ടായിട്ടുണ്ടല്ലോ. മുസല്ലി ഫർളുഹുരി ആ വിഷയം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുമ്പ് എന്റെ അടുക്കൽ നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, മദീന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുക. അതൊക്കെ വസ്വാസ് പോയി കിട്ടാനുള്ള ഓരോ മാർഗങ്ങളാണ്. ഇനി അതുമല്ല, ഇനി ഹംബലി മദ്ഹബ് പ്രകാരം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷമായാലും മദീന നിയ്യത്ത്. അല്ലാഹു അക്ബറിനെ തക്ബീർ കെട്ടി അതിന് ശേഷം നിയ്യത്ത് വെച്ചാലും മദീന. അല്ലാഹു അക്ബർ മറ്റൊരു ഫർദിലേക്ക് കടക്കണതിന്റെ മുമ്പ്. അപ്പൊ അല്ലാഹു അക്ബറിന് അപ്പൊ ഇനി വസ്വാസിന് കണ്ട അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ ശേഷം ഒരു സംശയം, എന്റെ നിയ്യത്ത് ശരിയായിക്കണോ എന്ന് സംശയം കൊടുക്കുകയാണെങ്കിലേ അപ്പണ്ട് കരുതുക, മനസ്സിൽ അപ്പ കരുതുക. അബൂ ഹനീഫ അല്ല ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ആയാലും മതി എന്നാണല്ലോ. അങ്ങനെ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, വസ്വാസ് മാറ്റി തന്നെ. ഒരിക്കൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി അത് അഴിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ കിട്ടുക, അങ്ങനെ സംഭവിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി കൈ ഇങ്ങനെ അഴിച്ചിങ്ങനെ കിട്ടുക അങ്ങനത്തെ പരിപാടി റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ മുത്തഖിയാവുമെന്നും വേണ്ടായിരുന്നു. എനിക്കതൊന്നും അല്ല, എനിക്കത്രയൊന്നും ശരിയാവൂല, എനിക്ക് നല്ല ഉറപ്പ് വേണം, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കത് വളരെ ക്ലിയർ ആവണം. റസൂലുള്ളാഹിനെക്കാൾ വളരെ ക്ലിയർ ആക്കാൻ ആരും ശ്രമിക്കണ്ട എന്നർത്ഥം. പിന്നെന്താണ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഉസ്താദ് എന്ത് ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഉസ്താദ് എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കേണ്ടതെന്നാ? ഖുർആൻ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടൊക്കെ ഓതാം. ഖുർആന് ഇരുന്നു കൊണ്ടും ഓതാം. എന്നാൽ ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടില്ലേ, ഖിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ട് അത്തഹിയാത്തിന് ഇരിക്കുന്നത് പോലെയൊക്കെ ഇരുന്ന് ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന പോലെയോ
അതിന് തറബുഴിന്റെ ഇരുത്തുണ്ടല്ലോ, അതും ഇരിക്കാവുന്ന, അത് ഇബാദത്തിന്റെ ഇരുത്താവുന്ന. തറബുഴിന്റെ ചന്ദനപ്പൊടി ഇട്ടിരിക്കാന്നല്ലോ, അത് ഇബാദത്തിന്റെ ഇരുത്താണ്. അത് ഭക്ഷണം കഴിക്കാനുള്ള ഇരുത്തല്ല. എന്തായാലും കാരണം കൂടുതൽ സമയം ഇരിക്കാനുള്ള ഇരുത്തമാണത്. കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുമ്പോൾ ഇരിക്കാനുള്ള ഇരുത്താണ് ഏത്? തറബുഴ്, ചന്ദനപ്പൊടി ഇട്ടിരിക്കുക. കൂടുതൽ സമയം ചോറ് കഴിക്കാനാണ് ഇരിക്കേണ്ടത്. ഇബാദത്തിനല്ല കൂടുതൽ സമയം ഇരിക്കേണ്ടത്, ഇബാദത്തിനാണ് കൂടുതൽ സമയം ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചന്ദനപ്പൊടി ഇട്ടിരിക്കുക, തറബുഴ്, ആ ഇരുത്തം അത് ഇബാദത്തിന്റെ ഇരുത്തമാകുന്നു. ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നീക്കുക, അതാണ് അതിന് ഏറ്റവും നല്ല ഇരുത്തം. ഏതാണ്? ഇടത്തെ കാലം അങ്ങ് ഇരിക്കുക, വലത്തെ കാലം നാട്ടിൽ രണ്ടും വേഗം കുറച്ച് നുള്ളി തിരിട്ട് വേഗം നീക്കുക. വേഗം എഴുന്നേൽക്കാനുള്ള ഇരുത്താനുള്ളത്. മറ്റത് അവിടെ തന്നെ ഇരിക്കാനുള്ള ഇരുത്തം കൂടുതൽ, അതിനാണ് പിന്നെ തറബുഴിന്റെ ഇരുത്തം. അത് അപ്പൊ ഖുർആൻ ഓതുമ്പോ ആ ഇരുത്തൊക്കെ ഇരിക്കാം. ഏത്? ആദ്യത്തെ തയ്യാത്തിരിക്കുന്ന പോലെ, അവസാനത്തെ തയ്യാത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ തറബുഴിന്റെ ഇരുത്തം ഏതും ആവാം. ഖിബ്ലയിലേക്ക് മുന്നിട്ടൊക്കെ ഉണ്ട് ഖുർആൻ ഓതലാണ് ഏറ്റവും അഫ്ളൽ, ഏറ്റവും നല്ലത് അതാണ്. ഇനി അതല്ല മാത്രമല്ല, കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടൊക്കെ ഖുർആൻ ഓതാവുന്നതാണ്. ഖുർആൻ മൂത്രവാർച്ചക്കാർ ഖുർആൻ ഓതാനല്ലേ? മൂത്രവാർച്ചക്കാർക്ക് ഖുർആൻ ഓതാൻ ഒളു വേണ്ടല്ലേ? ഇന്ന് ഖുർആൻ തൊടാനാണ് ഒളു വേണ്ടത്, ഖുർആൻ ഓതാൻ ഒളു വേണ്ട. മൂത്രവാർച്ചക്കാർക്ക് ഖുർആൻ പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റുകയില്ല. മൂത്രവാർച്ചക്കാർക്ക് ഖുർആൻ ഓതാൻ ഒളു തന്നെ വേണ്ടല്ലേ? ഇന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ? ഖുർആൻ ഓതാൻ ഒളു സുന്നത്താണ്, നിർബന്ധമില്ല. ആർക്കും അങ്ങനെ തന്നെയാണ്. ഖുർആൻ തൊടാനും ചുമക്കാനൊക്കെയാണ് ഒളുവാണെന്ന് പറഞ്ഞത്. ചെയറിൽ ഇരിക്കുമ്പോൾ ചാരുമല്ലോ, ചാരിരിക്കരുത്, ചാരിക്കൽ കറാഹത്താണ്. ചെയറിലിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ശരി. പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോഴാ ചാരിക്കൽ കറാഹത്താന്ന് പറഞ്ഞിട്ട്, അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴല്ല പറഞ്ഞത്. ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ചാരിരുന്ന് കൊണ്ടാവല് കറാഹത്താകുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണാൻ പറ്റുമോ എന്ന്? ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുന്നോണ്ട് വിരോധമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴേ ടി വി കാണുന്നോണ്ട് വിരോധം, ടി വിയിലത്തെ കാര്യം മോശമാകാൻ മതി. ടി വിയിൽ കാണുന്നത് നല്ല കാണാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ഭക്ഷണം കഴിക്കുമ്പോഴും കാണാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ മുസ്ഹഫ് നോക്കി ഓതാൻ പറ്റുമോ? മുസ്ഹഫ് നോക്കി ഓതാം, മുസ്ഹഫ് തൊടാതെ, ഉളു ഇല്ലാതെ മുസ്ഹഫ് നോക്കി ഓതുന്നതുകൊണ്ട് വിരോധമില്ല. മുസ്ഹഫ് തൊടാനും ചുമക്കുവാനുമാണ് ഒളു വേണ്ടത്. മുസ്ഹഫിലേക്ക് നോക്കുവാനോ പിന്നെ അങ്ങനെ നോക്കി ഓതാനോ ഒളു നിർബന്ധമില്ലാന്ന്. ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകുന്നത് അതുകൊണ്ട് വിരോധമില്ല. ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിലേക്ക് പ്രവേശിക്കൽ ഹറാമോ കറാഹത്തോ ഒന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ ചോദ്യമൊന്നുമില്ല അല്ലേ? ഇന്നിപ്പോ ഏകദേശം ചോദ്യമൊക്കെ ഒന്നുകൂടി ഉണ്ടല്ലേ. ഒന്നുമില്ലാതെ പേജ് മറിക്കാൻ പറ്റൂലെന്ന്. മുസ്ഹഫ് ഖുർആൻ എഴുതിയ കടലാസ് കഷ്ണം ഒന്നും ചുമക്കാൻ പറ്റുകയില്ല, തൊടാനും പറ്റുകയില്ല, പിന്നെ ഒന്നുമില്ലാതെ. എന്നാൽ മുസ്ഹഫിലേക്ക് നോക്കണമെങ്കിലും നോക്കി ഓതാനൊന്നും ഒതു നിർബന്ധമില്ല. ഖുർആൻ ഓതണമെങ്കിലും ഒതു നിർബന്ധമില്ല, സുന്നത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തഹജ്ജുദും ദുആയും വിത്റും കൂടിയത് എത്ര റക്അത്ത് ആണ്? ദുആയും തഹജ്ജുദ് കൂടിയ റക്അത്തിന് കണക്കില്ല, എത്രയും ആവാം. തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണ്, ഏറിയാൽ എത്രയും ആവാം. ഇപ്പൊ മൈക്ക് തരില്ല കേട്ടോ. ഇപ്പൊ PM മറുപടി എന്നാണ് ഇപ്പോൾ ഉള്ളത്. ചോദ്യങ്ങൾക്ക് PM ചെയ്യുക. ഈ നൂർ ഫൈസി എന്ന ഐഡിയിലേക്ക് എന്ത് ചെയ്യുക, ഒരാള് PM ചെയ്യുക, അതാണ് ഇപ്പൊ വേണ്ടത്. ഇപ്പൊ മൈക്കെടുത്ത് ചോദിക്കുന്ന സമയമല്ല. അപ്പോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്അത്തിന് എണ്ണമില്ല, എത്രയും ആവാം. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണ്, അധികരിച്ചാൽ എത്രയും ആവാം. അത് രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. രാത്രി തീരെ ഉറങ്ങിരാൻ നിൽക്കുക എന്നാ തഹജ്ജുദ്, അങ്ങനെ തഹജ്ജുദ് ഇല്ല. രാത്രി ഒന്ന് ഉറങ്ങി എന്നിട്ട് എഴുന്നേറ്റു, സുബഹിന്റെ മുമ്പായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം, അത് എത്രയും ആവാം. അതാണ് ളുഹാ നിസ്കാരം. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണ്, ഏറിയാൽ 8 റക്അത്താണ്. ഒരു അദ്നൽ കമാൽ, ഏറ്റവും കുറവല്ല എന്നാൽ കൂടുതലല്ലാത്തൊരു റക്അത്താണ് 4 എന്നുള്ളത്. അത് 2 റക്അത്താണ് ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത്. 4 റക്അത്തെങ്കിലും നിസ്കരിക്കുക, അതാണ് ഒരു നല്ലത്.
എന്നാൽ അധികരിച്ചാൽ അത് 8 റക്അത്താണ്. 12 എന്നും പറഞ്ഞിട്ടുണ്ട്, 8 റക്അത്താണ് പിന്നെ ളുഹയിൽ ഏറ്റവും അധികരിച്ചത്. പിന്നെ വിത്ർ ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്, അധികരിച്ചാൽ 11 റക്അത്താണ്. വിത്ർ 1 റക്അത്തോ 3, 5, 7, 9, 11 വരെയും ആവാം. അവസാനം എന്നായി ഈമാനോട് കൂടി മരിക്കാൻ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും പൂർണ്ണ ഈമാനോട് കൂടി മരിപ്പിച്ചു തരട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് ഈ പൂർണ്ണ ഈമാനോട് കൂടി നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവന്റെ മഹദായ ഫള് കൊണ്ട് മരിപ്പിച്ചു തരട്ടെ. അല്ലാത്ത പേടിക്കേണ്ട വിഷയമാണല്ലേ സൂഉൽ ഖാതിമത്ത്. മരിക്കുന്ന സമയത്ത് വല്ലാത്ത ദാഹമായിരിക്കുന്ന, ഭയങ്കര ദാഹമായിരിക്കും മരണ സമയത്ത്, ശക്തമായ ദാഹം ആയിരിക്കും. ആ സമയത്ത് ഇബ്ലീസ് എന്ത് ചെയ്യും? വെള്ളം അങ്ങനെ കാണിച്ചു തരുന്ന ആ വെള്ളം കുടിക്കാൻ ആർത്തിയോട് കൂടി വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് ഒരുങ്ങുമ്പോ ഇബ്ലീസ് നിബന്ധന വെക്കുകയാണ്, വെള്ളം എനിക്ക് തരാൻ, പക്ഷെ നീ എന്ത് ചെയ്യണം? ഞാൻ ഇലാഹാണെന്ന് പറയണം, ഞാനാണ് നിന്റെ ഇലാഹ് എന്ന് നീ പറയണം. അപ്പൊ അഷ്ഹദു അന്നക പിന്നെ ഇലാഹിന്നോ, ഞാൻ നീ എന്റെ ഇലാഹാന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. കഴിഞ്ഞില്ലേ പണിയില്ലേ? ഇതുവരെയൊക്കെ നിസ്കരിച്ചതും നോമ്പ് നോറ്റതും എല്ലാം കഴിഞ്ഞില്ലപ്പോ കാഫിറായിട്ടാണ്ട് ജീവൻ പോവല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. അവന്റെ മഹദായ ഫള് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ളുഹാ നിസ്കാരത്തിന്റെ സമയം കടക്കുക സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം പൊന്തിയതിനു ശേഷമാണ്. സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു കുന്തത്തിന്റെ കതിർ നമ്മുടെ ഈ ഒരു 7 മുഴം സാധാരണ കണക്കാക്കുക. ഒരു കുന്തത്തിന്റെ കതിറാണ്. ആ സൂര്യൻ ഉദിച്ചിട്ട് കിഴക്കൻ ചക്രവാളത്തിൽ അത് ലേശം എന്നുവെച്ചാൽ സൂര്യൻ ഉദിക്കൽ കഴിഞ്ഞ ഒരു 10 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ളുഹാന്റെ സമയമായി. അപ്പൊ ആ സമയത്ത് നിസ്കരിക്കുക. ഇനി ഞാൻ റൂമിൽ പോവുകയാണ്. എന്റെ ചോദ്യത്തിന്റെ ഉത്തരം PM ചെയ്യാൻ പറ്റുമെങ്കിൽ PM ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞില്ലപ്പോ, നിങ്ങൾ കേട്ടില്ലപ്പോ ഇത്? പടച്ചറബ്, ഞാനല്ല ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. ഇനി അത് PM ചെയ്യൂല. പിന്നെന്താണ്? ഉസ്താദെ, കുട്ടിക്ക് ഉംറ ചെയ്യാൻ നിയത്ത് വെച്ചിരുന്നു. ഉംറ കഴിഞ്ഞു. അതിൽ ചില സമയത്ത് കുട്ടിയെ എടുത്തിരുന്നു. തവാഫും സഅയും കുറച്ച് സമയങ്ങളിൽ അതിൽ തെറ്റ് ഉണ്ടോ? എന്താണ്? കുട്ടിക്ക് പ്രായപൂർത്തിയല്ല, മറ്റേ മുമയ്യിസല്ലാത്ത കുട്ടിയാണ്. മുമയ്യിസല്ലാത്ത ചെറിയ കുട്ടിയാണ്, വകതിരിവില്ലാത്ത ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഉംറ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിയത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയെ നിയത്ത് വെക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിയത്ത് വെക്കേണ്ടത്. പിന്നെ ആ കുട്ടിയെ തവാഫും സഅയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർബന്ധമാണ്. അപ്പൊ ആ കുട്ടിയെ ചുമന്നുകൊണ്ട് നിങ്ങളും തവാഫും സഅയും ഒക്കെ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ തവാഫും ആ കുട്ടിയുടെ തവാഫും കൂടി ഒന്നാക്കാൻ പറ്റൂല. ഒന്നുകിൽ നിങ്ങൾ ആദ്യം തവാഫ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ കുട്ടിനെ എടുക്കണോണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അത് ആ കുട്ടിയുടെ നിങ്ങൾ രണ്ടാരും കൂടി തവാഫ് ആവൂല എന്ന്. അപ്പൊ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കരുതിയെങ്കിൽ അവരുടെ തവാഫേ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തവാഫ് നിങ്ങളുടെ കഴിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ കുട്ടിനെ എടുത്തുകൊണ്ട് പിന്നെയും തവാഫ് ചെയ്യണം. ഇനി നിങ്ങളുടെ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയെ എടുത്തു നിൽക്കുക, ചുമന്നു, അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ആ ചുമന്നത് കൊണ്ട് അത് നിങ്ങളുടെയും അവന്റെയും കൂടി രണ്ടാളെയും കൂടി തവാഫ് ആവുകയില്ല. ഒരാളുടെ തവാഫേ ആവൂ എന്ന് മാത്രം. അതെ, വേറെ ചെയ്യണം. തവാഫ് വേറെ ചെയ്യണം. ഇനി ഇയാളുടെ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിനെ എടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല എന്ന്. കുട്ടിനെ എടുത്തോട്ടെ. പക്ഷെ അത് ഇയാളുടെ തവാഫ് മാത്രമേ ആവുള്ളൂ, കുട്ടിയുടെ തവാഫ് ആവൂല. അത് കഴിഞ്ഞ ശേഷം കുട്ടിയുടെ തവാഫ് വേറെ ചെയ്യണം. ആ കുട്ടിയെ ചുമന്നുകൊണ്ട് വേറെ തവാഫ് ചെയ്യണം. അത് ആ കുട്ടിയുടെ തവാഫ് മാത്രമേ ആവുള്ളൂ. ഇയാളൊപ്പം ചുമന്നുകൊണ്ട് നടന്നിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളതും കൂടി ആവും ചെയ്യൂല.
7 വയസ്സ് വകതിരിവായിട്ടുണ്ട്, കുട്ടിക്ക് വകതിരിവായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആ കുട്ടിനെ പിന്നെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു നിൽക്കുക, എന്നാലും ശരിയാവും. ആ കുട്ടിയെ നിങ്ങൾ ചുമന്നുകൊണ്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് ആരുടെങ്കിലും ഒരാൾക്ക് മാത്രമേ ആവുള്ളൂ. പിന്നെന്താവൂല, അത് രണ്ടാളും കൂടി ആവൂല എന്നർത്ഥം. രണ്ടാം കൂടി ആവൂല, ആരുടെങ്കിലും ഒരാളെ തവാഫേ ആവുള്ളൂ. നിയ്യത്ത് എങ്ങനെയാണ്? നിയ്യത്ത് ഈ കുട്ടിയെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കാൻ ഞാൻ കരുതുകയും അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്റെ കുട്ടിയെ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഞാൻ കരുതുകയും ഉംറ കൊണ്ടുള്ള ഇഹ്റാമിൽ പ്രവേശിപ്പിക്കാൻ ഞാൻ കരുതുകയും അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നറിയാം. അങ്ങനെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന്? അങ്ങനെ കഴിഞ്ഞിട്ട് ആ തവാഫ് സഹിയായിട്ടില്ല. വേഗം പോവുക, തവാഫ് ചെയ്യുക, അതിനുശേഷം സഹിയും ചെയ്യുക. അത്രയും എനിക്ക് അറിയണം. ഇനി വേറെ മാർഗം ഉണ്ടോ എന്നുള്ളത് നോക്ക് തന്നെ വേണം, അല്ലേ? ഇനി വല്ല കീലെ രണ്ടാളും കൂടി തവാഫാവുന്നു, വല്ല കീലെ കണ്ടോന്നൊക്കെ. ഏതായാലും ശരി, പ്രബലമായ അഭിപ്രായം ഇങ്ങനെയാണ്. സഈലാണെങ്കിലും തവാഫിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ കുട്ടിയെ ചുമന്ന് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിയുടേതാവൂല, ഒരാൾക്കേ ആവുള്ളൂ. ഒരാൾക്ക് കഴിഞ്ഞതിന് ശേഷം മറ്റാൾക്ക് ആവാം. അത് ആദ്യം നിങ്ങളുടെ തന്നെ ആവണം എന്നില്ലേನು, അങ്ങനെ നിയമമില്ല. ആദ്യം നിങ്ങളുടെ തവാഫും ആവാം, ആ കുട്ടിയുടെ തവാഫും ആവാം. എങ്ങനെ? രണ്ടാളും കൂടി ഒന്നിച്ച് ആവുകയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി വേറെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ഒരാൾക്ക് ആൺകുട്ടി ഇല്ല, അയാളുടെ മുതൽ എല്ലാം മരണശേഷം പെൺമക്കളുടെ മേൽ എഴുതാൻ പറ്റുമോ? വിരോധമൊന്നുമില്ല. അയാളുടെ ഹയാത്ത് കാലത്ത് ശ്രദ്ധിക്കണം. ഒരാളുടെ ഹയാത്ത് കാലത്ത് അയാൾ സ്വത്ത് ഒരുക്കുകയാണെങ്കിൽ, ഒരാളുടെ ഹയാത്ത് കാലത്ത് അയാളുടെ സ്വത്ത് കൊണ്ട് ആൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഒരാളുടെ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ മുതൽ കൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുതൽ കൊടുക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അമാനത്താണ്. മസ്നവി അമാനത്ത്, അതിന്റെ നല്ല പദം വേണമെങ്കിൽ മലയാളത്തിൽ ഉണ്ടാക്കിക്കോളി. അപ്പോ ജീവിതകാലത്തെ ജീവിച്ചിരിക്കെ ഒരാൾ സ്വത്ത് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ, മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ വിവേചനം കാണിക്കൽ കറാഹത്താണെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ എന്ത് ചെയ്യാനുള്ള മക്കൾക്ക് അയാളെ സ്വത്ത് കൊടുക്കുകയാണ്. അപ്പൊ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവേചനം കാണിക്കുക, അത് കറാഹത്താണ്. ഹറാമെന്നല്ല, കറാഹത്താണ്. ഇനി മരിച്ചാൽ പിന്നെ അവിടെ അനന്തരാവകാശം ആണിന്റെ പൗതിയ പെണ്ണിന് കിട്ടുള്ളൂ. ഇപ്പൊ ചോദ്യം അതല്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്തൊക്കെ ആണ് എന്ത് ചെയ്യാണ്, ആൾക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികൾക്ക് ആണ് കൊടുക്കുക. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അവകാശികളുടെ കിട്ടേണ്ടുന്ന അവകാശം നിഷേധിക്കുക എന്ന അത് വിഷയമൊന്നുമില്ല. അയാളെ ഹയാത്ത് കാലത്ത് അയാൾക്ക് ഇഷ്ടമാണ്, അല്ലെ? അയാളുടെ സ്വാതന്ത്ര്യമാണ്, അയാളെ മുതൽ കൊണ്ട് എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് വിരോധമൊന്നുമില്ല. ഒരു നല്ല പണിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല പണിയല്ല. അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ സ്വത്ത് അതിന്റെ അവകാശികൾക്ക് ഇന്നയാൾക്ക് ഇത്രയൊക്കെ ഒരു കണക്ക് അള്ളാഹുത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അത് അവർ ചെയ്യാൻ വേണ്ടി അവർക്ക് വിടലായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഏതായാലും ശരി, വിരോധമില്ലാന്ന്. ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് എന്തില്ല, ആൺകുട്ടികളില്ല, പെൺകുട്ടികൾക്ക് മാത്രം സ്വത്ത് കൊടുക്കുന്നത് കൊണ്ട് വിരോധം ഒന്നുമില്ല. കുട്ടിയെ ചുമക്കാതെ കുട്ടിയുടെ തവാഫ് ചെയ്തുകൂടെ?
കുട്ടിയെ ചുമക്കാതെ തന്നെ കുട്ടിയെ നടത്തിക്കൊണ്ടോ. പക്ഷെ ഈ അതൊക്കെ മുമയ്യിസായ കുട്ടിയാവുമ്പോഴാണ്, വകതിരിവുള്ള കുട്ടിയാവുമ്പോഴാണ്. വകതിരിവ് ഇല്ലാത്ത കുട്ടിയെ ചുമന്നുകൊണ്ടാവട്ടെ അല്ലെങ്കിൽ എങ്ങനെയാലും ശരി, അവിടെ അത് ഒരാളെ തവാഫേ ആവുള്ളൂ. അപ്പൊ അതിന്റെ കണക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് അറിയിക്കാം. നിങ്ങൾ വ്യക്തിന്റെ ഒന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മദ്ഹബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വല്ല മാർഗമുണ്ടോ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതുവരേക്കുള്ളും കുറെ ഇനി ചോദ്യങ്ങൾ കുറവാണ്, കുറച്ചൊക്കെ ഉണ്ട് ഇനി ബാക്കി. ആ ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ PM നോക്കിയിട്ട് PM മറുപടി നൽകാൻ പറ്റുമോ നോക്കട്ടെ. കൂടുതൽ വിശദീകരിക്കേണ്ടതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മൈക്കെടുക്കുമ്പോൾ വിശദീകരിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ ഒരുപാട് PM എനിക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് മറുപടി കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങളാരും എന്നോട് വെറുപ്പൊന്നും കരുതരുത്. ചിലപ്പോൾ നിങ്ങൾ PM ചെയ്യലേ, ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കൽ മാത്രമല്ല ആവില്ല പണി. ചിലപ്പോൾ ഉറങ്ങായിരിക്കും, ഉറങ്ങുന്ന സമയത്തേക്കാരും PM വരിക. പിന്നീട് വർക്ക് കഴിഞ്ഞ ശേഷം നോക്കുമ്പോഴാണ് ആ PM കാണുക. അപ്പൊ ഞാൻ അതിൽക്കൂടെ അതിന് ചെറിയ നിലക്കൊക്കെ മറുപടി നൽകും. പിന്നെ ചില ആളുകൾ ഇങ്ങനെ നമ്മളെ ശ്രദ്ധ കിട്ടാത്ത ഇങ്ങനെ ചിലരിങ്ങനെ ബുസടിക്കും. അത് ആ ബുസടിക്കൊന്നും ഞാൻ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചിലപ്പോൾ എവിടേക്കും പോയതായിരിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങിയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ഏതായാലും ശരി, ഒരു PM തന്നെ അത് എന്തെങ്കിലും ഒരു നിലക്ക് ചെറിയ നിലക്കെങ്കിലും പരിഗണിക്കാറുണ്ട്. പിന്നെ വീഴ്ചകളെ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് കൂടി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇതൊക്കെ സാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. മുജീബുർ റഹ്മാൻ നിങ്ങളതല്ലേ, കുറെ ആളുകളുണ്ടാവും, അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ PM. ഇതിങ്ങനെ പരസ്യം കണ്ടു, നൂർ ഫൈസിയോട് ചോദിച്ചാൽ അവന് PM ചെയ്യുക എന്നുള്ളത്. അവർ PM ചെയ്യും, പക്ഷെ ആ സമയത്ത് നമ്മുടെ മറുപടി അപ്പൊ തന്നെ കിട്ടും ചെയ്യൂല. അപ്പൊ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. പിന്നെ ചില ആളുകളൊക്കെ അവർ ഈ ജോലിയിലൊക്കെ ആയിരിക്കും, അവർക്ക് ആ വിഷയത്തിന് അപ്പൊ തന്നെ മറുപടി കിട്ടേണ്ടി വരും. പക്ഷെ ആ സമയത്ത് നമ്മുടെ അടുത്ത് മറുപടി കിട്ടൂല. നമ്മൾ ആ സമയത്ത് വേറെ വല്ല ജോലിയിലും മറ്റൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ കാരണമാണ് അങ്ങനെ പിന്തുണത് എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലാക്കി തരട്ടെ. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാവുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ അഹ്ലുകാരാക്കട്ടെ. സ്വാലിഹീങ്ങളുടെയും മുത്തഖീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകളുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു എന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തായ രീതിയിൽ, നല്ല രീതിയിൽ അള്ളാഹു